ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ഒഴിവിലേക്ക് പ്രഹ്ലാദ് ജോഷി എത്തുകയാണ്. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല കേന്ദ്ര സർക്കാർ നൽകുന്നു, പ്രധാനമന്ത്രി നൽകുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി അതിനിടെ അംഗീകരിച്ചു. പി ബസന്താണ് വിവരങ്ങളുമായി. ബസന്ത്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ ഒഴിവായത് വലിയൊരു പ്രതിഷേധത്തിന്റെ അഗ്നിയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇനി സാഹചര്യങ്ങളിൽ നോർമലൈസ് ചെയ്ത് തണുപ്പിച്ച് സാധാരണ നിലയിലേക്ക് എത്തേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന് പാർലമെന്റിലും പുറത്തുമൊക്കെ നഷ്ടമായ മേധാവിത്വം തിരികെ പിടിക്കേണ്ടതുണ്ട്. പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വരുമ്പോൾ, ആ ചുമതലയിലേക്ക് വരുമ്പോൾ എങ്ങനെ വേണം കാണാൻ? തൽക്കാലത്തേക്കാണോ, മറ്റൊരാൾ ഉണ്ടാകുമോ? തൽക്കാലത്തേക്കാണ് ധർമ്മേന്ദ്ര പ്രധാന് പ്രകാരം ഇപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ചുമതല പ്രഹ്ലാദ് ജോഷിക്ക് നൽകിയിരിക്കുന്നത്. കർണാടകയിൽ നിന്നുള്ള BJP നേതാവും മന്ത്രിയുമാണ്. നേരത്തെ പാർലമെന്ററി കാര്യ മന്ത്രിയായിരുന്നു. ഇപ്പോൾ ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിൻ്റെ ചുമതലയുണ്ട് അദ്ദേഹത്തിന്. ഭക്ഷ്യ ഉപഭോക്തൃ കാര്യത്തിൻ്റെ ചുമതലയാണ് ജോഷിക്കുള്ളത്. താൽക്കാലിക ചുമതല മാത്രമാണ് എന്നുള്ളതിൻ്റെ സൂചന എന്ന് പറയുന്നത്, മറ്റന്നാൾ ലോക്സഭയിൽ പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച ബില്ല് അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ താൽക്കാലിക ചുമതല മാത്രമേ പ്രഹ്ലാദ് ജോഷിക്ക് ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിസഭാ പുനഃസംഘടന വരാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം സംശയമില്ലാത്ത ഒന്നാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മന്ത്രാലയം വളരെ നിർണായകമായ ഒരു മേഖലയാണ്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം എന്ന വലിയ അജണ്ട നടപ്പാക്കുന്നത് തങ്ങൾക്ക് കൂടി വിശ്വസ്തനായ ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിലവിലുള്ള മന്ത്രിമാർ ആരെങ്കിലും തന്നെ ഇപ്പോൾ ജോഷിയെ തന്നെ സ്ഥിരപ്പെടുത്തുമോ, അതോ നിർമ്മലാ സീതാരാമനോ പീയൂഷ് ഗോയലിനെ പോലുള്ള ആരെങ്കിലും വരുമോ, അതോ പുതിയതായി ആരെങ്കിലും മന്ത്രിസഭയിലേക്ക് എത്തുമോ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ചുമതലയിൽ എന്നുള്ളതാണ് ആകാംക്ഷയോടെ നോക്കുന്നത്. ഒരു ചെറുപ്പക്കാരനെ, 50 വയസ്സിന് താഴെയുള്ള ഒരാളെ കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതായത് മന്ത്രിസഭയിൽ ഇപ്പോഴില്ലാത്ത ഒരു പുതുമുഖം വിദ്യാഭ്യാസ മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടാവും. ആ പുനഃസംഘടനയിൽ പുതുമുഖത്തെ അവതരിപ്പിക്കാൻ നരേന്ദ്രമോദിയും BJPയും തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഏതായാലും തൽക്കാലത്തേക്ക് ഇപ്പോൾ ജോഷിക്ക് ചുമതല നൽകിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ശരി, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഔദ്യോഗിക നടപടിക്രമം എന്ന നിലയിൽ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രഹ്ലാദ് ജോഷിക്കാണ് പകരം ചുമതല. ആര് ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായി അധികാരത്തിലെ മന്ത്രി പദവിയിലേക്ക് എത്തും എന്നതാണ് ചോദ്യം. ഇപ്പോൾ യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭമായിരുന്നു. ആ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയിലേക്ക് കുറെ കൂടി താരതമ്യേന ചെറുപ്പമായ ഒരാൾ വരുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് പി ബസന്ത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.